ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മദേഴ്സ് നഴ്സിംഗ്. എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. സോ നമ്മുടെ ഇന്നത്തെ വിഷയം ജനറൽ നഴ്സിങ്ങിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ജനറൽ നഴ്സിംഗ് 2024 അഡ്മിഷൻസിൻ്റെ ഒരു പ്രോസസ്സ് എങ്ങനെയാണെന്ന് പറഞ്ഞ് സംശയങ്ങളൊക്കെ ചോദിച്ച് ഒത്തിരിയധികം കുട്ടികളുണ്ട്. മദേഴ്സ് നഴ്സിംഗ് ഓഫീഷ്യൽ നമ്പർ മെസ്സേജ് ചെയ്തവരുണ്ട്. അപ്പോൾ ജനറൽ നഴ്സിംഗ് അഡ്മിഷൻസ് ൻ്റെ ഒരു പ്രോസസ്സ് എങ്ങനെയായിരിക്കും? ഇപ്പോൾ BSc അഡ്മിഷൻ പ്രോസസ്സ് ക്രൈറ്റീരിയ ഞാൻ പറഞ്ഞിരുന്നു. അപ്പം GNM എന്ന് പറയുന്ന ഡിപ്ലോമ കോഴ്സ് ആയതുകൊണ്ട് അത് മാത്രമല്ല, ഇതിപ്പോൾ സയൻസ് ഗ്രൂപ്പ് അല്ലാതെ മറ്റുള്ള ഗ്രൂപ്പുകാർക്കും കൂടി നഴ്സിംഗ് ഫീൽഡിലേക്ക് കടന്നു വരാൻ പറ്റുന്ന മറ്റൊരു മേഖലയാണ് ജനറൽ നഴ്സിംഗ്. അപ്പോൾ നഴ്സിംഗിലേക്ക് വരണമെങ്കിൽ മറ്റൊരു സ്ട്രീമിൽ പഠിച്ചവരാണ്, +2 പഠിച്ചവർക്ക് ഡെഫിനറ്റ്ലി അപ്ലൈ ചെയ്യാം. ആസ് വെൽ ആസ് GNM ഒരു കേസ് ഇപ്പോൾ നിലവിൽ എൻട്രൻസ് ബേസ്ഡ് ഒന്നുമില്ല. ഇപ്പോൾ എൻട്രൻസ് ഉണ്ടായിരിക്കുമോ എന്ന് ചോദിക്കുന്നവരുണ്ട്. പക്ഷേ നമുക്ക് GNM അഡ്മിഷൻ കേരള ഗവൺമെൻറ് അണ്ടറുള്ള നഴ്സിംഗ് സ്കൂളിലേക്ക് എക്സ്ക്ലൂസീവ്ലി മാർക്കിനെ ബേസ് ചെയ്തും പിന്നെ റിസർവേഷൻ സീറ്റ്സിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ്. അത് കൂടുതൽ ബയോളജി ആയിട്ടുള്ള ആപ്ലിക്കൻസ് ഉണ്ടെങ്കിൽ അവർക്കായിരിക്കും മുൻഗണന. അത് കഴിഞ്ഞ് സീറ്റ് മിച്ചമുള്ള കുട്ടികൾക്ക് അപ്ലൈ ചെയ്യാം. അപ്പം ഫ്രീ ഓഫ് കോസ്റ്റ് നമുക്ക് പഠനം സാധ്യമാണ്. അതുപോലെ തന്നെ ജനറൽ നഴ്സിംഗ് പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ കുറേ സ്ഥാപനങ്ങളൊക്കെ നിർത്തിപ്പോയി, കുറേ സ്ഥാപനങ്ങൾ റീസ്റ്റാർട്ട് ചെയ്ത് അറിയുണ്ടായി. അപ്പോൾ നഴ്സിംഗ് കൗൺസിലിൻ്റെ അപ്രൂവലുള്ള സ്ഥാപനങ്ങൾ, ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ കേരളത്തിന് പുറത്താണ് നഴ്സിംഗ് കൗൺസിലിൻ്റെ അപ്രൂവലും INC റെഗുലേഷൻസ് പോകുന്ന സ്ഥാപനത്തിൽ ജനറൽ നഴ്സിംഗ് പഠിച്ചിട്ടേ കാര്യമുള്ളൂ. എന്നാൽ മാത്രമേ നമുക്ക് കൗൺസിൽ രജിസ്ട്രേഷൻസ് ഒക്കെ പോസിബിൾ ആയിട്ടുള്ളൂ. അല്ലെങ്കിൽ എടുത്തിയാടി കോളേജിന് വലിയ മുഴുപ്പും കാര്യങ്ങളും നോക്കിയിട്ടല്ല. ഇപ്പോൾ കേരളത്തിലെ മാത്രമല്ല, കേരളത്തിന് പുറത്ത് ഒട്ടനവധി കോളേജുകൾ ജനറൽ നഴ്സിംഗ് ഉണ്ടെന്ന് പറഞ്ഞാൽ അഡ്വർടൈസ്മെൻറ്റ്സും ഫീസ് കുറവാന്നൊക്കെ പറഞ്ഞാൽ ഒത്തിരിയധികം നിങ്ങൾ കാണുകയുണ്ടാകും. പക്ഷേ INC റെഗുലേഷൻ അല്ലാതെ എക്സസീവായിട്ട് സ്റ്റുഡൻസിനെ എടുക്കുന്നതും അല്ലെങ്കിൽ വലിയ നിർത്തിപ്പോയിട്ട് റീസ്റ്റാർട്ട് ചെയ്യുന്നതും അത് കൗൺസിലിൽ അപ്രൂവൽ ഉള്ളതാണെന്ന് മേക്ക് ഷുവർ ചെയ്ത് അഡ്മിഷൻ എടുക്കരുത് ജനറൽ നഴ്സിംഗ്. കാര്യം ജനറൽ നഴ്സിംഗിൻ്റെ കേസിൽ പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ INC റെഗുലേഷന് പേപ്പർ സബ്മിഷനൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പഠനത്തിന് ശേഷമുള്ള കൗൺസിൽ രജിസ്ട്രേഷൻ സാധ്യമാകുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അഷ്യൂരിറ്റിയുള്ള കോളേജിൽ മാത്രമാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. ഇപ്പോൾ കേരളത്തിലെ സംബന്ധിച്ച് പറയുവാണെങ്കിൽ ഞാൻ പറഞ്ഞില്ല, ബയോളജി ആയിട്ടുള്ള കുട്ടികൾക്ക് BS നഴ്സിംഗ് കിട്ടിയില്ലെങ്കിൽ അവർ സെക്കൻഡ് ഓപ്ഷനായിട്ട് ഇപ്പോൾ ജനറൽ നഴ്സിംഗ് ഓപ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ജനറൽ നഴ്സിംഗ് ഓപ്റ്റ് ചെയ്യുന്ന സാഹചര്യത്തിൽ ബയോളജിക്കാർക്ക് കൊടുത്ത് സീറ്റ് മിച്ചമുണ്ടെങ്കിൽ മറ്റുള്ള ഗ്രൂപ്പുകാർക്ക് എടുക്കുള്ളൂ. അത് മാത്രമല്ല, നഴ്സിങ്ങിന് ഏജ് ലിമിറ്റ് എടുത്ത് മാറ്റിയ ഒരു സാഹചര്യത്തിൽ ഒത്തിരിയധികം ഇപ്പം 30+ ആയിട്ടുള്ള ഒത്തിരിയധികം ആൾക്കാർ എന്നെ അപ്രോച്ച് ചെയ്യാറുണ്ട്. നമുക്ക് അപ്ലൈ ചെയ്യാമോ, കോളേജ് എവിടെ ആയിരിക്കും നമുക്ക് ഓപ്റ്റ് ചെയ്യാം, അങ്ങനെ ഒത്തിരി സംശയങ്ങൾ ചോദിക്കാറുണ്ട്. അങ്ങനെ നിങ്ങൾ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് സമർപ്പിക്കേണ്ടതെന്നൊക്കെ സംശയമുള്ളവർക്ക് മദേഴ്സ് നഴ്സിംഗ് ഓഫീഷ്യൽ നമ്പർ ചോദിക്കാം. ആസ് പെർ ദ ഫ്രീ ടൈം ഞാൻ മറുപടി ഒത്തിരിയധികം മെസ്സേജുകൾ വരുന്നതുകൊണ്ട് സമയം എടുത്തിട്ടാണ് മറുപടി പറയുന്നത്. അപ്പോൾ എനിക്കിൻ്റെ അത് പ്രത്യേകമായിട്ട് പറയുന്നത് വെച്ചാൽ നമ്മൾ കേരളത്തിന് പുറത്ത് പഠിക്കുന്നതിനൊന്നും പ്രോബ്ലം അല്ല. പഠിക്കുന്ന കോളേജിൽ ജെന്യൂനിറ്റി ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ അവർക്ക് ക്ലിനിക്കൽ ഫെസിലിറ്റീസും ഹോസ്പിറ്റൽ ഫെസിലിറ്റീസും പ്രാക്ടിക്കൽ ഓറിയൻറ്റേഷനും ഉണ്ടെങ്കിൽ മാത്രമുള്ള സ്ഥാപനങ്ങൾ ചൂസ് ചെയ്യുക. നിങ്ങൾ ഒരു തട്ടിമുട്ടി പോകുന്ന സ്ഥാപനങ്ങൾ ചൂസ് ചെയ്യുന്ന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ജനറൽ നഴ്സിംഗിന് ശേഷം പോസ്റ്റ് BSc അതായത് ഡിഗ്രിയിലായിട്ട് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ നമുക്കൊരു ബേസ് നോളജ് ഉണ്ടെങ്കിൽ മാത്രമേ ഹയർ സ്റ്റഡീസ് പോസിബിൾ ആകത്തുള്ളൂ. ഹയർ സ്റ്റഡീസ് കിട്ടാൻ അൾട്ടിമേറ്റ്ലി ബേസാണ് GNM എന്ന് പറയുന്നത്. അപ്പോൾ GNM പഠിക്കുമ്പം നല്ലൊരു സ്ഥാപനം ചൂസ് ചെയ്യുകയാണെങ്കിൽ ഹയർ സ്റ്റഡീസ് നമുക്ക് മറ്റൊരു ബെറ്റർ ഓപ്ഷനിലേക്ക് പോകാൻ സാധിക്കും. അപ്പോൾ ക്ലിനിക്കൽ പ്രാക്ടീസ് സൈഡും കൂടി നല്ലതാണെന്ന് ചൂസ് ചെയ്യാൻ ശ്രമിക്കുക. കാര്യം പലപ്പോഴും GNM വളരെ ചെറിയൊരു സെറ്റപ്പിൽ പഠിച്ച് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവർക്കൊരു നല്ലൊരു നോളജില്ല. അവരുടെ ഇൻ്റർവ്യൂ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ പോലും മനസ്സിലാവും, ഒട്ടും തന്നെ മനസ്സിലാവും. അതായത് അവരെ തെറ്റ് പറയാൻ പറ്റത്തില്ല, ഒട്ടും ക്ലിനിക്കൽ ഫെസിലിറ്റീസ് പൂറായിട്ടൊക്കെ ഉള്ളതാണ്. അപ്പോൾ പ്രാക്ടിക്കൽ ഓറിയൻറ്റേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നഴ്സിംഗിൻ്റെ ഒരു സാഹചര്യത്തിൽ. ഇതിന് മുമ്പ് നഴ്സിങ്ങിനെ കുറിച്ച് ഒത്തിരി അനവധി വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുമാണ്. അങ്ങനെ പുതിയതായിട്ട് ചാനൽ വിസിറ്റ് ചെയ്യുന്ന കുട്ടികൾക്കും നഴ്സിങ്ങിനെ കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നവർക്കും വേണ്ടിയിട്ടാണ് ഞാൻ ആവർത്തിച്ച പല കാര്യങ്ങളും പറയുന്നത്. അപ്പോൾ INC റെഗുലേഷനോടൊപ്പം തന്നെ ക്ലിനിക്കൽ ഫെസിലിറ്റീസും അഫിലിയേഷൻസും ഒക്കെ മേക്ക് ഷുവർ ചെയ്യണം. അപ്പം നിങ്ങൾ പ്രത്യേകമായിട്ട് മദേഴ്സ് നഴ്സിങ്ങിൻ്റെ ഒഫീഷ്യൽ വാട്സപ്പ് ഗൈഡ്ലൈൻസ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വന്ന് ഞാൻ കമൻറ്റ് ബോക്സിൽ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ നഴ്സിങ്ങിനൊക്കെ നമ്മൾ കേരള ഗവൺമെൻറ്റിൻ്റെയൊക്കെ അഡ്മിഷൻസ് ആപ്ലിക്കേഷൻ ടൈംസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ വരുന്നതനുസരിച്ച് ഞാൻ അതിൻ്റെ അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് അതിൽ അപ്ലൈ ചെയ്യാം. അല്ലാതെ കേരളത്തിന് പുറത്താണെങ്കിൽ എങ്ങനെ ആപ്ലിക്കേഷൻ സമർപ്പിക്കണം എന്നുള്ളതൊക്കെ, അത് മാത്രമല്ല ഗവൺമെൻറ് സൈഡിൽ നിന്നൊക്കെ ആപ്ലിക്കേഷൻ സമർപ്പിക്കുന്നതും. അപ്പോൾ ഫീസ് കുറവുള്ള കോളേജ് നോക്കിയല്ല നമ്മൾ പോകേണ്ടത്. ഫീസ് കുറവുള്ള കോളേജ് ആണെങ്കിലും അഷ്യൂരിറ്റിയുള്ള കോളേജ് ആയിരുന്നു മേക്ക് ഷുവർ ചെയ്യുക. അതിനെക്കുറിച്ച് പ്രോപ്പറായിട്ട് എൻക്വയറി എടുത്തിയാടി ചെയ്യരുത്. അപ്പോൾ അങ്ങനെ നമ്മൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് അതിൻ്റെ ഒരു അപ്ഡേഷൻസ് വരുന്നതനുസരിച്ച് ഞാൻ ഗ്രൂപ്പിൽ അഡ്വൈസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത് വെച്ച് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ സമർപ്പിക്കാം. പിന്നെ കോമൺ ഡൗട്ട്സൊക്കെ ഞാൻ വീഡിയോസിലായിരിക്കും പോസ്റ്റ് ചെയ്യുന്നത്. അതുമാത്രമല്ല, നഴ്സിംഗ് ബേസ് ചെയ്തിട്ട് ആപ്ലിക്കേഷൻ സമർപ്പിക്കുന്ന പിന്നെ സംശയങ്ങളൊക്കെ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മദേഴ്സിൻ്റെ ഓഫീഷ്യൽ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഓൺലി വാട്സപ്പ് കേട്ടോ. കോൾ ചെയ്ത് ഞാൻ എടുക്കാറില്ല. കാര്യം ആസ് പെർ ദ ഫ്രീ ടൈം ആയിരിക്കും ഞാൻ റിപ്ലൈ ചെയ്യുന്നത്. നഴ്സിംഗ് ബേസിലോട്ടുള്ള ഹയർ സ്റ്റഡീസിനെ കുറിച്ച് ഇപ്പോൾ പോസ്റ്റ് BSc അപ്ഗ്രഡേഷൻസിനെ കുറിച്ചും കൗൺസിൽ രജിസ്ട്രേഷൻ പരമായിട്ടൊക്കെ ഒത്തിരി അനവധി വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. എടുത്ത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. മദേഴ്സ് നഴ്സിംഗ് ഓഫീഷ്യലിൻ്റെ യൂട്യൂബിൻ്റെ പേജിലെടുത്ത് യൂട്യൂബിൻ്റെ അക്കൗണ്ടിൽ നോക്കിയാൽ മതി. ഒട്ടനവധി നഴ്സിംഗിൻ്റെ വീഡിയോസ് കാണാവുന്നതാണ്. നഴ്സിംഗ് ബേസിലുള്ള എന്ത് സംശയങ്ങൾക്കും നിങ്ങൾക്ക് ചോദിക്കാം. നഴ്സിംഗ് മാത്രമല്ല പാരാമെഡിക്കൽ ആൻഡ് ടു മൈ എക്സ്റ്റെൻറ്റ് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പോൾ വീഡിയോസ് റെഗുലറായിട്ട് ഫോളോ ചെയ്യാം.
ഓക്കെ, അപ്പോൾ അതനുസരിച്ച് കാര്യം. അപ്പം എല്ലാവരും ഇപ്പോൾ BSc കിട്ടത്തില്ലെന്ന് പറഞ്ഞാൽ ഉടനെ GNM ഫോക്കസ് ചെയ്യണമെന്നില്ല. ഞാനെപ്പോഴും ബയോളജിക്കായിട്ടുള്ള കുട്ടികൾക്ക് എപ്പോഴും നമ്മൾ ഡയറക്റ്റ് BSc നഴ്സിംഗ് തന്നെ എടുക്കുക. പക്ഷേ ഫിനാൻഷ്യൽ സിറ്റുവേഷൻസ് നമുക്ക് ഒരു രീതിയിലും BSc നഴ്സിംഗ് ഇപ്പം വളരെ എക്സ്പെൻസീവായി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഒട്ടും അഫോർഡബിൾ അല്ലെങ്കിൽ നിങ്ങൾ ജനറൽ നഴ്സിംഗ് കഴിഞ്ഞ് പോസ്റ്റ് BSc പോകാം. ഫിനാൻഷ്യൽ സിറ്റുവേഷൻസ് ഓക്കെ ആണെങ്കിൽ ഡയറക്റ്റ് BSc തന്നെ എടുക്കാനായിട്ട് കൂടി ശ്രമിക്കുക. എനിവേ ആസ് പെർ ദ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് ഞാൻ വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. എനിവേ മറ്റൊരു അപ്ഡേറ്റഡ് വീഡിയോ ആയിട്ട് കാണുന്നവരെ ടിൽ ദെൻ താങ്ക് യു.